കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ചിന്തകൾ ചിന്തിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നിന്നുമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കർത്താവ് യേശുക്രിസ്തു വളരെ വിഷമകരമായ ഒരു വാർത്ത കേട്ടിട്ട് അല്പം ആശ്വസിക്കുന്നതിന് വേണ്ടി ഏകനായിരിക്കാൻ വേണ്ടി ഒരു നിർജ്ജന പ്രദേശത്തേക്ക് വാങ്ങിപ്പോയി. എന്നാൽ ബഹുസഹസ്രം ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിനെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാൻ അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഈ സുവിശേഷം ഉൾപ്പെടെ 4 സുവിശേഷങ്ങളിലും പ്രതിപാദിക്കുന്ന ഏക അത്ഭുതമാണ് ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. പക്ഷേ മറ്റ് 3 സുവിശേഷകന്മാരും പറയാത്തതായ ഒരു കാര്യം ഇവിടെ യോഹന്നാൻ പറയുകയാണ്. യോഹന്നാൻ പറയുന്നു, യഹൂദന്മാരുടെ പെസഹ പെരുന്നാൾ അടുത്തിരുന്നു. യോഹന്നാൻ ഇത് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, പെസഹ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പെരുന്നാളാണ്. ആയതിനു വേണ്ടി അവർ പലരും അവരുടെ സ്ഥലങ്ങൾ വിട്ട് യെരുശലേമിലേക്ക് വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ട ആളുകൾ പെരുന്നാളിൽ സംബന്ധിക്കുക മാത്രമല്ല, യേശുവിനെ കാണുവാനും അവരുടെ രോഗികളായ ആളുകളെയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തിനു വേണ്ടി? യേശു അവരെ സൗഖ്യമാക്കുന്നുള്ള വിശ്വാസത്താൽ. അതുകൊണ്ട് തന്നെ അവർ കടന്നു വന്ന ആ സമയത്ത് യേശുവിനുണ്ടായ ആ വിഷമകരമായ സാഹചര്യത്തിൽ യേശു ഏകനായിരിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ഈ ആളുകൾ യേശുവിനെ കാണുവാൻ തിക്കിത്തിരക്കി ഓടി വരുന്നതുകൊണ്ട് ഏതാണ്ട് 5000-ത്തിലധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ യേശുവോ അല്ലെങ്കിൽ അവൻ്റെ ശിഷ്യന്മാരോ പ്രതീക്ഷിക്കുന്നതായ ഒരു കാര്യമല്ലായിരിക്കാം അത്. പക്ഷേ യേശു എന്ത് ചെയ്തു എന്ന് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. തൻ്റെ ആ പ്രൈവറ്റ് ടൈം പോലും യേശു വേണ്ട എന്ന് വെച്ചിട്ട് ഈ ആളുകളുടെ ആവശ്യങ്ങളെ നിറവേറ്റുവാൻ യേശു ആരംഭിച്ചു. അവരുടെ രോഗികളെ യേശു സൗഖ്യമാക്കി. ഇതെല്ലാം കാണിക്കുന്നത് യേശു ഒരിക്കലും തൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല അവന് പ്രാധാന്യം കൊടുക്കുന്നത്, മറിച്ച് തൻ്റെ മുമ്പിൽ കടന്നു വരുന്നതായ ആവശ്യക്കാരായ ആളുകളുടെ, മനുഷ്യരുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. നമുക്കറിയാം, മാനുഷികരായ നേതാക്കന്മാർ ഒക്കെയും അവരുടെ സുഖസൗകര്യങ്ങളെ അവർ കൂടുതൽ ആശ്രയിക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങൾ, അവരുടെ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒഴിവാക്കുമ്പോൾ യേശു അങ്ങനെ ആയിരുന്നില്ല. യേശു അന്നും ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ കർത്താവ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാം വാക്യമാണ്. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശീമോൻ പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസ് യേശുവിനോട്, ഇവിടെ ഒരു ബാലകൻ ഉണ്ട്, അവൻ്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്, എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തൊട്ട് മുൻ വാക്യമാണ് ചിന്തിച്ചത്. ഞാൻ അല്പം കൂടെ കടന്ന് മുമ്പോട്ട് ചില കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുകയുണ്ടായി. എന്നാൽ പിന്നീട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച വേദഭാഗങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ വായിച്ച് നമുക്കൊരുമിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നത്. യേശുവും യേശുവിൻ്റെ ശിഷ്യന്മാരും ഒത്തുള്ളതായ ആ ഒരു ടീം, അതിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടീമായിരുന്നു അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 12 ശിഷ്യന്മാരെ കൂടാതെ മറ്റ് ശിഷ്യന്മാരും ആ കൂട്ടത്തിലുണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ചില ആളുകൾ സാമ്പത്തികമായിട്ടും ഈ ശുശ്രൂഷയെ സഹായിച്ചുവെന്നും എന്നു മാത്രമല്ല, ശാരീരികമായിട്ടും ആളുകൾ കർത്താവ് യേശുവിനെയും ശിഷ്യന്മാരെ സഹായിച്ചുവെന്നും പുതിയ നിയമത്തിൽ മറ്റു വേദഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടീമിൽ ശിഷ്യന്മാർ പലവിധമായ റോളുകളിൽ അവർ പ്രവർത്തിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിൽ ഒരാളാണല്ലോ യൂദ. ഞാൻ കഴിഞ്ഞ ദിവസം അതിനെക്കുറിച്ച് പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളിൽ യൂദ കൈകാര്യം ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഫിലിപ്പോസിനും വ്യക്തമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പത്രോസിൻ്റെ സഹോദരനായ അന്ത്രയോസിനെ കാണുവാൻ കഴിയുന്നുണ്ട്. അവനും വളരെ വ്യക്തമായിട്ടുള്ള ഒരു പങ്കാളിത്തം ഈ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ അവർ ഓരോരുത്തരും എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അന്ത്രയോസ് എന്ത് ചെയ്തു? നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് ഫിലിപ്പോസിനോട് പറയുമ്പോൾ തന്നെ അന്ത്രയോസ് അന്വേഷിച്ചൊരു കാര്യം, ആളുകളുടെ കയ്യിലുള്ള റിസോഴ്സസിനെ കുറിച്ച്, അവർ കൊണ്ടുവന്നിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം
അന്ത്രയോസ് നടത്തുകയുണ്ടായി. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളുടെ കഴിവുകൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ദൈവം നമ്മുടെ വിശ്വസ്തത നോക്കുന്നത് നമ്മൾ ആരാധനയ്ക്ക് കൃത്യസമയത്ത് പോകുന്നു എന്നുള്ളത് മാത്രമല്ല, നമ്മൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദൈവം നമുക്ക് തന്നതായ കഴിവുകളെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം വിശ്വസ്തയോടെ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് കണക്കിടുന്നതായ ഒരു ദൈവത്തെയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത്. വിശ്വസ്തത എന്നുള്ള കാര്യം വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. അന്ത്രയോസ് ആ ഒരു കാര്യം വളരെ വ്യക്തതയോടുകൂടെ ചെയ്യുകയാണ്. അവൻ എല്ലാവരുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന് അവരുടെ കയ്യിലുള്ള ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു. പക്ഷേ അവിടെ വന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു ബാലകൻ മാത്രമേ അവൻ ആഹാരം കൊണ്ടുവന്നുള്ളൂ. അവൻ കൊണ്ടുവന്നത് 5 അപ്പവും 2 മീനുമായിരുന്നു. ഒരുപക്ഷെ അവൻ്റെ സ്നേഹനിധിയായ മാതാവ്, മകൻ വിശന്നിരിക്കേണ്ട, യേശുവിൻ്റെ ശുശ്രൂഷയ്ക്ക് പൊക്കോ, സമയമെടുക്കും, അതുകൊണ്ട് ഞാൻ നിനക്ക് നല്ല ആഹാരം ഉണ്ടാക്കി തന്നുവിടാം എന്നുള്ള ആ വലിയ സ്നേഹവായ്പോടുകൂടെയുള്ള ആ പൊതി കൊടുത്തപ്പോൾ ഈ ബാലകൻ്റെ ഒരു മനസ്സ് നോക്കിക്കണേ. പല ബാലകന്മാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ കുറച്ച് സ്വാർത്ഥന്മാരാണ്. ഇല്ലില്ല, ഇതെനിക്ക് ഭക്ഷിക്കാനുള്ളതാണ്, വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്നുള്ളൊരു പിടിവാശിയൊന്നും ഈ ബാലനില്ലായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചതായൊരു ബാലനായിരിക്കാം ഇത്. കാരണം അവൻ്റെ പ്രവൃത്തിയിലൂടെ നമുക്കിത് കാണുവാൻ കഴിയും. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിലും ദൈവവചനം കേൾക്കുക മാത്രമല്ല, ആ വചനത്തെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സും ആത്മാർത്ഥതയും നമുക്കുണ്ടെങ്കിൽ നമ്മെ ദൈവം ഒരു അനുഗ്രഹമാക്കി മാറ്റും. നോക്കിക്കേ, ഈ ബാലനുണ്ടായ അനുഗ്രഹം എന്താ? സുവിശേഷം ഉള്ളിടത്തോളം കാലം, സുവിശേഷം പ്രസംഗിക്കുന്നിടത്തോളം കാലം ഈ ബാലനെക്കുറിച്ചും ആളുകൾ പ്രസംഗിക്കും. അവൻ്റെ പേര് നമുക്കറിയത്തില്ല, പക്ഷേ ദൈവവചനത്തിൻ്റെ അക്ഷരങ്ങളിൽ പെടുവാൻ തക്കോണം ഈ ബാലന് ദൈവം ഒരു ഭാഗ്യം കൊടുത്തു. കാരണം അവൻ മനസ്സോടെ അവനുള്ളത് യേശുവിനെ സമർപ്പിച്ചു. പിന്നീട് ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശു ഈ ബാലൻ കൊണ്ടുവന്നതായ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി പിതാവായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് ഈ ബാലന് എത്രത്തോളം സന്തോഷമുണ്ടായി കാണും. എന്ന് മാത്രമല്ല, അവൻ്റെ ആഹാരത്തെ ദൈവം ഒരു അത്ഭുതമാക്കുന്നത് അവൻ്റെ കൺപുടർക്കെ കാണുവാനുള്ള ഒരു ഭാഗ്യവും അവന് ലഭിച്ചു. ഇതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ്. പക്ഷേ ഇവിടെ 2 പേരെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത് അന്ത്രയോസ്, രണ്ടാമത് ഈ ബാലൻ. അന്ത്രയോസ് വിശ്വസ്തയോടുകൂടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുക, ഈ ബാലൻ തനിക്കുള്ളത് യേശുവിനെ സമർപ്പിക്കുക. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇങ്ങനെയുള്ള തീരുമാനമെടുപ്പാൻ കഴിയും? എൻ്റെ കഴിവുകളെ ഞാൻ യേശുവിന് വേണ്ടി വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ എനിക്കെന്തുണ്ടായാലും അത് കർത്താവിന് സമർപ്പിക്കുവാൻ കഴിവുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഒരു അത്ഭുതമാക്കി മാറ്റും. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നിന്റെ അവസ്ഥകളെ കർത്താവ് മാറ്റും. ഇന്ന് നമുക്ക് അല്പസമയങ്ങൾ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. അന്ത്രയോസിനെ പോലെ, അതെ ഈ ബാലനെ പോലെ വിശ്വസ്തതയും ദൈവത്തോടുള്ള സമർപ്പണവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉളവാകുവാൻ അങ്ങിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോടുള്ള സ്നേഹത്തിൽ ഞങ്ങൾക്കെല്ലാം ചെയ്യുവാൻ തക്കണം ഇടയാക്കണമേ. എന്നെ ഇന്ന് കേട്ടതായ ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചന നിമിത്തം എന്നെ കേൾക്കുന്ന ആളുകളിൽ രൂപാന്തരങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. കഴിഞ്ഞ നാളുകളെല്ലാം നിങ്ങൾ കാണിച്ച സഹകരണത്തിനും സ്നേഹത്തിനും ഒന്നിച്ചുള്ള പ്രവർത്തന പങ്കാളിത്തത്തിനും ഞാൻ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.